എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസാണ് കേട്ടോ. അപ്പോൾ ഇതേ കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 3 ടൈപ്പ്, അത് ക്യാബേജാണ്, അത് പൊടിപ്പൊടിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 ടൈപ്പ് ക്യാപ്സിക്കം ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ബീൻസ് ഉണ്ട്, കുറച്ച് സവാളയുണ്ട്, പിന്നെ എന്താ ഇഞ്ചി, വെളുത്തുള്ളി, സ്പ്രിംഗ് ഒനിയൻ, ഇത്രയാണ് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാൻ അടപ്പത്ത് വെക്കാം. ഗ്യാസ് കത്തിക്കുന്നുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് 2-3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ വെള്ളമൊക്കെ തിളപ്പിച്ചെടുക്കാൻ. വേഗം തിളച്ചിട്ടുണ്ടേ. അപ്പോൾ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് എന്താ ഓയിലാണ് കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം. നമ്മളിതിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യില്ല കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ അപ്പോൾ അത് റെഡിയായിട്ട് ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. അതിന് ശേഷം നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഹക്ക നൂഡിൽസാണ് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ടൈപ്പ് നൂഡിൽസാണ്. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കണ ആ നൂഡിൽസ് അല്ല കേട്ടോ. അത് വാങ്ങിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാവില്ല. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ടൈമൊക്കെ പാക്കുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് ഒരു 5 മിനിറ്റാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൂടെ ഞാൻ തുറന്ന് നോക്കി, ഒന്ന് ഇളക്കിയിട്ട് ഇടയ്ക്ക് കൊടുക്കണുണ്ടേ. കണ്ട വെന്ത് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ അതിൽ ആ പാക്കറ്റ് പറഞ്ഞ ടൈമിലാണെങ്കിൽ കറക്റ്റ് വേവായിരിക്കും കേട്ടോ. എന്നിട്ട് ഞാനിത് ഒരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഇത്തിരി തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഫ്രിഡ്ജിൽ വെള്ളം ഉണ്ടാവില്ല. ഇപ്പോൾ വെള്ളം തണുത്തതില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ആ പൈപ്പ് ഒന്ന് തുറന്നിട്ട് അതിന് ആ താഴോട്ടൊന്ന് കാണിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വെള്ളം പോയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് കുടഞ്ഞിടണുണ്ട്. സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചെങ്കിലും നമ്മളിത് കട്ട പിടിക്കും കുറേ നേരം ഇരിക്കുമ്പോഴേ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുടഞ്ഞ് ഇടണുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു 3 മുട്ട എടുത്തിട്ട് അതൊന്ന് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. 3 4 എത്ര വേണമെങ്കിലും, അത് ഓരോരുത്തരും ഇഷ്ടമാണ്. നമ്മൾക്കിപ്പോൾ കുട്ടികൾ ഇങ്ങനെ മുട്ട കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഇത് ഇഷ്ടമാണെങ്കിൽ 4 5 ഒക്കെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 എടുത്തിട്ടുള്ളേ. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അടുത്തതെന്താ ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് ക്യാപ്സിക്കമൊക്കെ ആ 3 കളർ ക്യാപ്സിക്കം, ക്യാബേജ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബീൻസ്, സവാള, ബീൻസ് കണ്ടതേ ചെരിച്ചാണ് എരിഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ. സവാള, ഇഞ്ചി, വെളുത്തുള്ളിയുടെ ഫ്ലേവർ നല്ലതാണ് കേട്ടോ. ക്യാരറ്റ്, സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ടാണ് കേട്ടോ വൈറ്റ് കളറിൽ കാണുന്നത്. അപ്പോൾ എന്താണ് വെളുത്തുള്ളിയുടെ ഫ്ലേവർ നല്ല ഫ്ലേവറായത് കാരണം കൊണ്ട് നമ്മളത് ഒഴിവാക്കാൻ പാടില്ല കേട്ടോ. പിന്നെ സോസുകളാണ് കേട്ടോ. ടൊമാറ്റോ സോസ് ഉണ്ട്, സോയ സോസ് ഉണ്ട്, ഡാർക്ക് സോയ സോസാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ചില്ലി സോസ് ഉണ്ട്. അപ്പം ഞാനത് കാരണം കൊണ്ട് പച്ചമുളക് എടുത്തിട്ടില്ല. അപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം പാൻ വെക്കുന്നത്. അതിലോട്ട് ഒരു ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ആ മുട്ട പൊരിച്ചെടുക്കാം കേട്ടോ. അത് നന്നായിട്ട് ചിക്കി പൊരിച്ച് എടുക്കണം. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാനായത് കാരണം കൊണ്ടിട്ടാണ് കേട്ടോ. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണെങ്കിൽ നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നല്ല പൊടിയായിട്ട് കിട്ടും കേട്ടോ. പക്ഷേ ഈ പാനിൽ നമുക്ക് അങ്ങനെ ഇളക്കാൻ പറ്റില്ല, സ്റ്റീലിൻ്റെ കയ്യിലേക്ക് ഫോർക്കൊക്കെ വെച്ചിട്ടേ. അപ്പോൾ ഞാൻ ഇത് ഇളക്കി എടുത്ത് ചിക്കി പൊരിച്ചെടുക്കുന്നുണ്ട്. ചെറിയ പീസാകണതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ മാക്സിമം പൊടിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതൊരു പാത്രത്തിലോട്ട് മാറ്റിക്കണുണ്ട്. ആ പാൻ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് വീണ്ടും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യണം, എന്നാലേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളേ.
ഒരു കടായി നല്ലതാണേ. കടായി ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. നൂഡിൽസ് എപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ കടായി ഇതുവരെയും വാങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ സാധാരണ നമ്മുടെ ഇൻഡാലിയത്തിൻ്റെ ഉരുളിയൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതെ വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ കനം കുറച്ച് അരിഞ്ഞാൽ അത്രയും നല്ലതാണേ. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് ആദ്യം തന്നെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ നല്ല ഫ്ലേവറാണ് ഇതിന്. ഇഞ്ചി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനത് ചേർത്ത് കൊടുക്കാറുള്ളത് കാരണം കൊണ്ടിട്ട് ഇട്ടെന്നുള്ളൂ. പച്ചമുളക് വേണമെങ്കിൽ ഇടാം. ഞാനപ്പോൾ ചില്ലി സോസ് ഇടുന്ന കാരണം കൊണ്ടിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അതെ അതിലോട്ട് ആ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് തണ്ടില്ലേ, അതാണ് കേട്ടോ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തത്. അതിന് ഇത്തിരി കനം ഉണ്ടാവും. അപ്പോൾ അത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇത്തിരി വേവ് കൂടുതലുള്ള വെജിറ്റബിൾസൊക്കെയാണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. അതെ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഓനിയൻ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ബീൻസാണ്, ബീൻസ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വെജിറ്റബിൾ വേവിച്ച് കളയരുത് കേട്ടോ. വെജിറ്റബിൾ വെന്ത് പോയാൽ നൂഡിൽസ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളതൊന്നിങ്ങനെ കടിക്കണം, ആ ഒരു ഇതിൽ തന്നെ എടുക്കണം. പതിയൊന്ന് വഴറ്റിയെടുക്കുക. നേരിയ ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. ഈ വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പാണ് കേട്ടോ. കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നൂഡിൽസിന് ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് കോരിയൊന്നും ഇടരുത്. നൂഡിൽസിന് ആവശ്യമുള്ള ഉപ്പുണ്ടാവും. ഇപ്പം ഈ വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പതിയെ ഒന്ന് അതിൻ്റെ ആ പച്ചച്ചവ ഒന്ന് മാറിയാൽ മതി കേട്ടോ. നന്നായിട്ട് ഒന്ന് ആ പച്ചച്ചവ മാറണവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ക്യാപ്സിക്കം ചേർത്ത് ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും 2 കളർ ക്യാബേജും വാങ്ങിക്കും കേട്ടോ ചെയ്യാൻ നേരത്ത്. മിക്കപ്പോഴും ഈ ക്യാബേജ് വാങ്ങിക്കുമ്പോൾ 2 ക്യാബേജും വാങ്ങിക്കും. അത് ഇപ്പം നമ്മൾ കറി വെക്കാനാണെങ്കിലും പാറുവിന് എന്നിട്ട് ലാവണ്ടർ കറി എന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കും ഞാനത് വേവിച്ചിട്ട്. അതെ നന്നായിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ മതി കേട്ടോ. ഒരുപാടിട്ട് വേവിച്ച് ഒന്നും കളയൊന്നും വേണ്ട. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ആ വെള്ളം ഒന്ന് വേഗം വറ്റി കിട്ടുകയും ചെയ്യും ഹൈ ഫ്ലെയിമിൽ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് കുറച്ച് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട്. ഇതേ കുഞ്ഞ് സ്പൂണാണ് കേട്ടോ. അതാണ് ഈ 2-3 പ്രാവശ്യമൊക്കെ ഇടുന്നത്. അപ്പോൾ ഒരു കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക്. ഇനി അടുത്തതായിട്ട് സോയ സോസാണ്. അപ്പോൾ അത് ഡാർക്കാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് 2 ചെറിയ സ്പൂണിൽ 2 സ്പൂണ് ഞാൻ സോയ സോസ് ചേർത്ത് കൊടുക്കണുള്ളൂ. ചില്ലി സോസാണ്, അതും കൂടി ചേർത്തിട്ടുണ്ട്. അടുത്തായിട്ട് എന്താണ് ടൊമാറ്റോ സോസ്. ടൊമാറ്റോ കെച്ചപ്പും കൂടി 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഓവറായിട്ട് അങ്ങോട്ട് ഇതിൻ്റെയൊക്കെ ഭയങ്കര കുത്തു വരാതെ ചെയ്യണം കേട്ടോ. എന്നാലേ അത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. നൂഡിൽസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാ പ്രാവശ്യം ഞാൻ ഈ നൂഡിൽസ് ഒന്ന് പതിയെ ഒന്ന് 2 തട്ട് തട്ടി ഒന്ന് പതിയെ ഒന്ന് പൊട്ടിച്ചെടുക്കണതാണ്. ഇത് പൊട്ടിക്കാതെ ഇട്ടത് കാരണം ഭയങ്കര ലോങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നീളം ഭയങ്കര നീളം. അത് കാരണം ഇതൊന്ന് ഇളക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നല്ലൊരു വലിയ പാനാണെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാമായിരുന്നു കുറച്ചും കൂടെ. അപ്പോൾ അതെ നന്നായിട്ട് ഇത് എല്ലായിടത്തും പിടിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ.
ആ സോസും ആ ഉപ്പും കുരുമുളകും ആ വെജിറ്റബിൾസും എല്ലാം കറക്റ്റായിട്ട് എല്ലാം അവിടുത്തെ എത്തണം. അപ്പോഴേ അതിന് ആ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പം നന്നായിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതേ ഒരു നുള്ള് പഞ്ചസാരയാണ് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പറന്നു പോകരുത് കേട്ടോ. ആ ചിക്കി പൊരിച്ച് വെച്ച മുട്ട കൂടി ചേർത്ത് കൊടുക്കണുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയനാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നൂഡിൽസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസ് നമ്മളിപ്പോൾ കടയിൽ പോയി കാശ് കൊടുത്ത് വാങ്ങിക്കണമെന്നൊന്നുമില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കി മക്കൾക്കൊക്കെ കൊടുക്കാം. അപ്പോൾ